ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്നത് അലക്കേഷ്യ എന്ന പ്ലാന്റിനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രാഫ്റ്റിലൂടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്ലാന്റ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രണ്ട് പേപ്പറൊക്കെ ഒരു പേപ്പറിൻ്റെ പകുതിയൊക്കെ എടുത്തു. പിന്നെ ഒരു പേപ്പർ നമ്മൾ മടക്കണം. നാല് ഭാഗങ്ങളാക്കിയിട്ടാണ് പേപ്പർ മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അവിടെ ആ ഇലയുടെ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. ഹാർട്ട് ഷേപ്പാണ് വരുന്നത് ആ ഇലയ്ക്ക്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു പിടിയാത്തൊരു പേന, മഷി കഴിഞ്ഞ പേന, അത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കണം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വരച്ചും കാണിച്ചു തരുന്നുണ്ട്. അതൊരു പിടിയാത്ത പേനയാണ്, മഷി കഴിഞ്ഞ പേന. അപ്പം നമുക്ക് വരച്ച ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 4 ഭാഗങ്ങളായിട്ടാണ് കിട്ടുക. അപ്പോൾ രണ്ടെണ്ണം ചേർത്ത് ഒട്ടിക്കണം. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ ഒട്ടിക്കാം. അപ്പം നമുക്ക് ആ ഇലയ്ക്ക് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അലോക്കേഷ്യയുടെ ഇലയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഞാനും ഗ്രീൻ ഡാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ അലക്കേഷ്യൻ്റെ ആ ചെടിക്ക് അതിൻ്റെ ഇലയ്ക്ക് ഒക്കെ ഓരോ വൈറ്റ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളൊരു സിൽവർ കളറാണ് ഇപ്പോൾ ആ ലൈൻസിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ ലൈൻസ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചും വരയ്ക്കാം. കുറച്ച് കട്ടി കൂടാതെ വരയ്ക്കണം. ഇപ്പോൾ എൻ്റേത് കുറച്ച് കട്ടിയുണ്ട്, കട്ടി കൂടാതെ വരയ്ക്കുക. ഇനിയിപ്പോൾ വൈറ്റ് കളറും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 2 ഇലകളും നമ്മൾ ലൈൻസൊക്കെ വരച്ച് സെറ്റാക്കി എടുത്തു. കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വയ്ക്കാം. അപ്പത്തിനും നമുക്കൊരു റോള് വേണം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പേപ്പർ ഉണ്ടായിരുന്നില്ലേ, അതൊരു റോൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ ഇലയുടെ പുറകിൽ നമുക്ക് ഫെവിക്കോൾ തേക്കാം, അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ റോളിൻ്റെ കുറച്ച് തടിച്ച ഭാഗം നോക്കിയിട്ട് അങ്ങനെ പേപ്പർ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് ഇങ്ങനെ ബുഷ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു 5 ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനിയും നിങ്ങൾക്ക് നമുക്ക് ഇത് നന്നായിട്ട് എല്ലായിടത്തും കവറാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ലീഫുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ഇലയ്ക്ക് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേസ്റ്റിൻ്റെ ആ ചട്ടയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇത് പിന്നെ പേസ്റ്റിൻ്റെ ഒരു കൂടാണ്, അത് ഞാൻ പകുതി മുറിച്ചിട്ട് കുറച്ച് ത്രെഡും പേപ്പറൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്. ഈ പേസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് അലോക്കേഷ്യ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഇൻഡോറിലാക്കിയൊക്കെ ക്രാഫ്റ്റിലൂടെ വയ്ക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.